ആമയൂർ കൂട്ടക്കൊലപാതക കേസിൽ പ്രതി റെജിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കി. ഹൈക്കോടതി ഉത്തരവാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. വിവരങ്ങളും നൽകാൻ ഷബ്ന സിയാദ് ചേരുകയാണ്. ഷബ്ന, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ബിനിൽ 2008 ജൂലൈ മാസത്തിലായിരുന്നു ഈ സംഭവം, കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. റെജിയുടെ ഭാര്യയായ ലിസി, മക്കളായ അമല്യ, അമലു, അമന്യ എന്നീ 4 മക്കളെയും റെജി ആസൂത്രിതമായി കൊലപ്പെടുത്തി എന്നതായിരുന്നു കേസ്. കൊലപാതകത്തിന് മുമ്പ് മൂത്ത മകളെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്നും കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്ന കേസാണ്. 2009 റെജികുമാറിന് പാലക്കാട് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് വധശിക്ഷ വിധിച്ചത്. പിന്നീട് ഹൈക്കോടതി അത് ശരിവെക്കുകയും ചെയ്തു. കേസിൽ ഒരു ദൃക്സാക്ഷി പോലുമില്ല. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് തെറ്റാണ്. നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് റെജികുമാർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. സുപ്രീം കോടതി ഇപ്പോൾ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു. പ്രതി മാനസാന്തരപ്പെട്ടു എന്ന് കണ്ടെത്തിയാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ നടപടി. ഏതായാലും ആമയൂരിലെ ഈ കൂട്ടക്കൊല കേസിൽ വധശിക്ഷ വിധിച്ച റെജികുമാറിന് ഇപ്പോൾ ശിക്ഷ ഇളവ് ലഭിച്ചിരിക്കുന്നു എന്നതാണ് സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന വാർത്ത. ജയിലിൽ കഴിഞ്ഞ കാലയളവിൽ രജികുമാറിന്റെ സ്വഭാവം, അതുപോലെ ചെയ്ത ജോലികൾ എന്നിവ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് പരിശോധിച്ചാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നടപടി. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഷബ്ന സിയാദ് ലീഗൽ ഡെസ്കിൽ നിന്ന് പങ്കുവെക്കുന്നത്. ആമയൂർ കൂട്ടക്കൊലപാതക കേസിൽ പ്രതി റെജിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കി. പ്രതിയുടെ മാനസാന്തരം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുള്ളത്. ശിക്ഷ ഇളവ് ചെയ്ത് നൽകിയിരിക്കുകയാണ്. ആമയൂർ കൂട്ടക്കൊലപാതക കേസിലെ പ്രതി റെജിയുടെ വധശിക്ഷ.